ശ്രീ ബി ഗോപാലകൃഷ്ണൻ മുകേഷ് രാജിവെക്കണോ എന്ന് ഇന്നലെ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കോടതി വല്ലതും പറഞ്ഞോ എന്നാണ് തിരികെ ചോദിച്ചത്. ഒപ്പം മാധ്യമങ്ങളെ ഉപദേശിച്ചു, നിങ്ങൾ സമൂഹത്തെ വഴിതെറ്റിക്കരുത് എന്ന്. മുകേഷ് രാജിവെക്കണമെന്നാണ് കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. താങ്കൾ കെ സുരേന്ദ്രൻ പക്ഷത്താണോ സുരേഷ് ഗോപി പക്ഷത്താണോ? അഭിലാഷ് മോഹൻ, പാർട്ടിക്കൊരു പക്ഷമേ ഉള്ളൂ. ആ പക്ഷത്താണ് സുരേഷ് ഗോപിയും അതുപോലെ സുരേന്ദ്രനും ബി ഗോപാലകൃഷ്ണനും. ഞാൻ സുരേഷ് ഗോപിയുമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചിരുന്നു. സുരേന്ദ്രൻ്റെ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്, അതാണ് ശരിയായിട്ടുള്ള നിലപാട്. പക്ഷേ സ്വാഭാവികമായും ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്താണോ പൃഥ്വിരാജ് പറഞ്ഞത് അതേ ഭാഷ തന്നെയാണ് ഞാനും ഉപയോഗിച്ചത്. പൃഥ്വിരാജ് പറഞ്ഞതിനെ ഇവിടെ പല ആളുകളും വലിയ തോതിൽ എന്താ പറയുക ഗംഭീരമായി എന്ന് പറയുകയും പൃഥ്വിരാജിനെ പ്രസിഡൻ്റാക്കണമെന്ന് വരെ വാദിച്ചവരുണ്ട്. പൃഥ്വിരാജിനെ പ്രസിഡൻ്റാക്കണം എന്ന് മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പോലെ ഒരു പ്രസിഡൻ്റ് ആവരുത് എന്നും കാച്ചി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു തരം മൂന്നാംകട ഭാഷയിലെ വർത്തമാനമാണ്. അപ്പോൾ വാസ്തവത്തിൽ പൃഥ്വിരാജ് പറഞ്ഞാൽ എന്താ? പൃഥ്വിരാജ് പത്രസമ്മേളനത്തിന് പോയത് പൃഥ്വിരാജ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിയമ നടപടികൾ നടക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. ഇനിയും നിയമ നടപടിക്ക് വിധേയരാകുന്നവരെ പോലെ തന്നെ നിയമം തെറ്റായിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടികൾ എടുക്കണം. ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമല്ല. പക്ഷേ സുരേഷ് ഗോപി കുറച്ചുകൂടെ അവധാനതയോടുകൂടി, ഞാൻ ഇന്നലെയും അത് പറഞ്ഞിരുന്നു, കുറച്ചുകൂടെ അവധാനതയോടുകൂടി, അദ്ദേഹം ഒരു സിനിമ ആക്ടർ മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടെ ശാന്തമായി പരുഷമാകാതെ കുറച്ചുകൂടെ അവധാനതയോടുകൂടി സംസാരിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്ക്, ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അങ്ങനെ ആയിരുന്നു പറയേണ്ടത്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് അത് ക്ഷോഭിതനാവാനുള്ള കാരണവും വളരെ വ്യക്തമാണ്. കുറേ നാളായിട്ട്, ഇപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളായിട്ട് ചില പ്രത്യേക മാധ്യമങ്ങൾ, മാതൃഭൂമിയെ ഞാൻ പറയില്ല, ചില പ്രത്യേക മാധ്യമങ്ങൾ ഈ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞാലും കുഴപ്പമുണ്ടാക്കാൻ, വഴിമുടക്കാൻ, അദ്ദേഹത്തെ എതിർക്കാൻ, അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ, അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനുഷ്യനല്ലേന്ന്, സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരാമർശങ്ങളെ കുറിച്ചുള്ള ഒരു വിപുലമായ ചർച്ചയ്ക്ക് പോകുന്നില്ല. കാരണം മുകേഷാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മാത്രമല്ല, ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ ഗോപാലകൃഷ്ണൻ, പൃഥ്വിരാജും സുരേഷ് ഗോപിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പൃഥ്വിരാജ് ഒരു സിനിമാ നടൻ മാത്രമാണ്, സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയുമാണ്. പൃഥ്വിരാജ് ഇതൊന്നും അല്ല. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളാണ് സുരേഷ് ഗോപി. ഉത്തരവാദിത്വമുള്ള ആളാണെന്ന് തോന്നേണ്ടത് അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, സർക്കാരിൻ്റെ കാര്യം വല്ലതും ചോദിച്ചാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതി. അതിനപ്പുറത്ത് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹം വികാരവിക്ഷുബ്ധനായി, സാധാരണ ഡയലോഗ് മാത്രമായിരുന്നു, ഇന്നലെ ആക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയായ ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നതെന്ന് സംശയം വരുന്നത്. അല്ല, ഞാൻ നിങ്ങളങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുമില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡും ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡും വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചു. ഇവരൊക്കെ രംഗത്ത് വരുന്നതിന് മുമ്പ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സ്വതന്ത്ര ഇടതുപക്ഷ ചിന്തകന്മാരൊക്കെ വെളിയിൽ വരുന്നതിന് മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നും അതിൽ പറഞ്ഞിരിക്കുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും എന്ന് മാത്രമല്ല, അഭിലാഷിനറിയാമല്ലോ, ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന പിരിച്ചുവിടണമെന്നും വളരെ ശക്തമായി ആവശ്യപ്പെട്ടവരാണ് BJP. അപ്പോൾ അന്ന് വളരെ ശക്തമായി ആ വിഷയം ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അന്നൊന്നും നിങ്ങൾ ഞങ്ങളെ ചർച്ചയ്ക്കേ വിളിച്ചില്ല, അത് വേറെ വിഷയം. അതെന്തുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചില്ല? BJP വളരെ കൃത്യമായ കാര്യം, എന്ത് അമ്മ എന്ന് പറയുന്ന സംഘടന വരെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടും കൂടി. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു പദത്തിനൊരു അർത്ഥമുണ്ട്, അതിനൊരു സങ്കല്പമുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ ഇംബൈബിഡാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, സഹിഷ്ണുതയാണ്, എല്ലാവരെയും സ്വീകരിക്കലാണ്, അല്ലാതെ ഈ ഡിസ്ക്രിമിനേഷൻ നടത്തലല്ല, ഈ എക്സ്പ്ലോയിറ്റേഷൻ നടത്തലല്ല. അതുകൊണ്ട് അമ്മ എന്ന പേര് പോലും വാസ്തവത്തിൽ ആ സംഘടനയ്ക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് അത് പിരിച്ചുവിടണമെന്ന് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. പക്ഷേ ഒരു മിനിറ്റ് ഞാൻ തീർക്കാം. പക്ഷേ ഞങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ എടുത്ത സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുന്ന
ഒരു സമീപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത സ്റ്റാൻഡ് അഭിലാഷ് മോഹനെ പോലെയുള്ള ഒരു അവതാരകൻ പോലും BJP-ക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളെ കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനതുകൊണ്ടാണ് സ്ഫുടമായി പറഞ്ഞത്, അവധാനതയോടുകൂടി സംസാരിക്കണമായിരുന്നു. അങ്ങനെ പരുഷമായ ഭാഷയിൽ പറയേണ്ടതായ വിഷയമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പറയേണ്ടത്. പക്ഷെ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞു. ആ സ്റ്റാൻഡിൻ്റെ കൂടെയാണ് ഇന്ന് സുരേഷ് ഗോപി. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം അത് പറഞ്ഞു, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കുറച്ചുകൂടെ അവധാനതയോടുകൂടി അദ്ദേഹം സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷേ വികാരമുണ്ടാവാൻ കാരണം, ആ കാരണവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചില പ്രത്യേക മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് കുറച്ച് നാളായി നടക്കുന്നു. അതിലായിരിക്കാം അദ്ദേഹത്തിന് വികാരമുണ്ടായത്. പക്ഷെ വികാരമുണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. ഓക്കെ.